ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നത്. കുറേ ആയി നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ട്രിപ്പ് പോവുകയാണ്, ഊട്ടിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. രാവിലെ നമ്മളൊരു 7:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നിക്കാഹിൻ്റെ ഫ്രണ്ടും വൈഫും മക്കളുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫർസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ അവിടുന്ന് പൊറോട്ടയും ചിക്കൻ കറിയും അതേമാതിരി എഗ് റോസ്റ്റും ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിക്കാനായിട്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ. പൊറോട്ടയും ചിക്കൻ കറിയും ആയിക്കോട്ടെ, ഇനി എഗ് റോസ്റ്റ് ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കൂടുതലായിട്ടൊന്നും കറിയൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരൊറ്റ ചിക്കൻ കറിയും അതേപോലെ ഒരൊറ്റ എഗ് റോസ്റ്റും മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുതന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്ര തുടർന്നു. ഊട്ടിയിലോട്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിയാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് എൻ്റെ ബെസ്റ്റ് കൂടിയാണ് കേട്ടോ. നമ്മൾ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്, നല്ല ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ഡ്രസ്സിങ് ആയാലും ചൂസ് ചെയ്തിട്ടുള്ളത് ഒരേപോലെ മാച്ച് ചെയ്തിട്ടാണ് കേട്ടോ. ഊട്ടിയിലോട്ട് എന്ന് യാത്ര പോവുകയാണെങ്കിലും എനിക്ക് ഈ യൂക്കാലിപ്സിൻ്റെ ഇടങ്ങളിലൂടെ പോകുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഫീലാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ടിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. റിസോർട്ട് എന്ന് പറയാൻ പൂളും കാര്യം അങ്ങനെയൊന്നുമില്ല, പക്ഷേ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്രയും ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പെട്ടികൾ ഇങ്ങനെ കൂട്ടി വെച്ചതുപോലെയാണ് ഓരോരോ വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റട്ടോ. നല്ലൊരു ഭംഗിയായിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് താഴോട്ട് നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളവിടെ എത്തുന്ന സമയത്തൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. സഹിക്കാൻ പറ്റുന്നൊരു തണുപ്പൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു റൂമിൻ്റെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ളൊരു കാറ്റൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഒടുക്കത്തെ തണുപ്പായിരുന്നു കേട്ടോ. ആ ഒരു പകൽ സമയം പോലും നമ്മളവിടെ എത്തുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പകൽ സമയം പോലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ആ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് മക്കളെ, സൂപ്പർ. നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതരം വൈബ് തന്നെയാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ. അവിടുന്ന് നമുക്ക് ട്രെയിൻ പോകുന്നതും കാണട്ടോ. ട്രെയിൻ പോകുന്നതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ നമ്മളൊരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാം. ഇതാണ് കേട്ടോ നമ്മളെ റൂം വരുന്നത്. തരക്കേടില്ലാത്തൊരു ചെറിയ ബെഡ്റൂമാണ്. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടത് അതാണ്, ചൂടുവെള്ളം. ഭയങ്കര തണുപ്പ് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിനൊക്കെ. പകൽ സമയം തന്നെ ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാട്ടോ. പിന്നെ രാത്രി അങ്ങോട്ട് ആയപ്പോഴേക്കും ഭയങ്കര തണുപ്പ് വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു, സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, ഫ്രഷ് ആയതിൻ്റെ ശേഷം ഒന്ന് പുറത്തിറങ്ങി. നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഹണിമൂൺ ബോട്ട് സർവീസിലോട്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളവിടെ പോയ സമയത്ത് ചെറുതായിട്ടൊരു മഴ പെയ്തു. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്തില്ല, ഞങ്ങൾ കയറിയിട്ടില്ല, ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയി അതേപോലെ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു. ജസ്റ്റ് ട്രെയിനൊക്കെ പോകുന്നത് അവിടെ നിന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. പോയ സമയത്ത് അവിടെ ട്രെയിനിൻ്റെ സമയം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ നിന്നും തിരിച്ചു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കറങ്ങാമെന്ന് കരുതി അങ്ങനെ ഒരു ചായയും ബണ്ണും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതിലും കൂടുതലുള്ളൊരു തണുപ്പുണ്ടായത് കാരണം ജാക്കറ്റ് ഇല്ലാതെ പറ്റാതെ ആയി. അങ്ങനെ നമ്മൾ അവിടെ കുറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ജാക്കറ്റ് വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ കയറിയിട്ടോ. പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം റേറ്റ് ആയിരുന്നു അവിടെ. നമുക്ക് ഇഷ്ടപ്പെടുന്നതിനൊക്കെ ഒടുക്കത്തെ റേറ്റ്. പക്ഷെ എന്നാലും ഇന്നികാക്ക് ഒരു ജാക്കറ്റ് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല അതിന്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ളൊരു തണുപ്പായിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ടാണ് ജാക്കറ്റൊന്നും കയ്യിൽ കരുതാഞ്ഞത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം സംഭവം കിട്ടില്ല, തണുപ്പായിരുന്നു. അങ്ങനെ ജാക്കറ്റ് അവിടെ നിന്ന് വാങ്ങി. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഏരിയയിലോട്ടായിരുന്നു കേട്ടോ.
അവിടുന്ന് നമ്മൾ പിന്നെ ചെറുതായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പോയി. അവിടുന്ന് മാഗി അതുപോലെ കടലിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, അതും വാങ്ങി. ഓരോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നമുക്ക് ഡിന്നർ കഴിക്കാനുള്ളതുകൊണ്ട് ചെറുതായിട്ട് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാമല്ലോ വിചാരിച്ച് വാങ്ങിയതായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലോട്ട് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി. പിന്നെ ആ സ്ട്രീറ്റിലൂടെ കുറച്ച് നേരം അങ്ങോട്ടൊക്കെ കറങ്ങിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തലശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടുന്ന് കാര്യമായിട്ടൊന്നും ഹെവി ആയിട്ടൊന്നും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയും ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു, പക്ഷേ അവിടെ ചപ്പാത്തി ഒന്നും ഉണ്ടായിരുന്നില്ല, പൊറോട്ട ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് പൊറോട്ടയും പനീർ ബട്ടറും ആയിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ റൂമിലോട്ട് പോകുന്ന ആ ഒരു വഴി. ചെറിയൊരു ഇടവഴി പോലെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് റൂമുകളായിട്ടാണ് അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ കപ്പിൾസിനായിട്ടൊക്കെ ചെറിയ ഓരോ റൂമുകളായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ റൂമിലോട്ട് കുറച്ചും കൂടി പോയാൽ മതി. ഈ നേരെ കാണുന്നതാണ് നമ്മളെ റൂം വരുന്നത്. രാത്രിയിലെ ഈ ഒരു വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഭയങ്കര തണുപ്പായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ നിൽക്കുന്ന ഈ ഒരു റൂമിൻ്റെ ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ട് നോക്കുന്ന ആ ഒരു വ്യൂ ആണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല അടിപൊളി വ്യൂ തന്നെ ആയിരുന്നു. അങ്ങനെ ഇതാ രാവിലെ ആയിട്ടുണ്ട്, നമ്മൾ എണീച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, രാവിലത്തെ വ്യൂ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ക്യാമറയായിട്ട് പോവാണ്. സമയം ഒരു 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പുള്ള ഒരു വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കോട ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു വ്യൂ ആണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് ഫോണിലൂടെ കാണുന്നതിനെക്കാട്ടിയും പ്രത്യേകിച്ച് ഭംഗി നേരിട്ട് കാണുമ്പം തന്നെയാണ്. ഫോണിലൂടെ നമുക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ടൊന്നും കിട്ടൂലല്ലോ. നല്ല അടിപൊളി വ്യൂ തന്നെ ആയിരുന്നു രാവിലത്തെ ഒരു വൈബ്. ട്രെയിൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് പറഞ്ഞില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ സൂം ചെയ്ത് എടുത്തതാണ്. നല്ല ചെറുതായിട്ടാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചൊന്ന് കറങ്ങി ഒരു ഉച്ച കഴിഞ്ഞതിൻ്റെ ശേഷം ഈവനിങ്ങിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ നാട്ടിലോട്ട് തിരിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ രാവിലെ തന്നെ ഇറങ്ങിയതിൻ്റെ ശേഷം ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഗാർഡനിലോട്ട് കയറിയിട്ടില്ല, കാരണം നമ്മളിപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഗാർഡനിൽ കയറാറുണ്ട്. അപ്പോഴൊക്കെ ഫ്ലവർ ഷോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്രാവശ്യം ഫ്ലവർ ഷോ ഒന്നും ഇല്ലാത്ത കാരണം വെറുതെ സമയം പോക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ പർച്ചേസ് ചെയ്യാൻ പോയി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പക്ഷെ നമ്മളെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് മിഠായി തെരുവിലുള്ള ആ റേറ്റൊക്കെ തന്നെ എനിക്ക് ഇവിടുന്ന് തോന്നിയിട്ടുള്ള, പിന്നെ അവിടെ റേറ്റ് കുറവ് പോലെ തോന്നിയിട്ടുള്ള കോഴിക്കോടൊക്കെ. ഇവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു സാധനത്തിനൊക്കെ. പക്ഷെ എന്നാലും നമ്മൾ ചെറിയ പർച്ചേസിങ് ഒക്കെ ചെയ്തു. പിന്നെ ഞാൻ ഊട്ടി പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതാ പിന്നെ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത് പൈൻ ഫോറസ്റ്റിലോട്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല അടിപൊളി വ്യൂ തന്നെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. നമ്മളിവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായത് കാരണം എത്ര ഫോട്ടോസ് എടുത്താലും വീഡിയോസ് എടുത്താലും മതിയാവില്ല. കുറേ റീൽസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മളിവിടെ ചിലവഴിച്ചു. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ആർക്കും വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ച് നമ്മളിതാ ഈ ഒരു കുത്തനെയുള്ള കയറ്റം കയറുമ്പം ഒടുക്കത്തെ റിസ്ക് തന്നെയായിരുന്നു. ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് വെൻലോക്ക് ഡൗൺസ് നാച്ചുറൽ ട്രെയിലിലോട്ടായിരുന്നു, ഷൂട്ടിംഗ് പോയിന്റിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ ഇതേമാതിരി കുത്തനെയുള്ള കയറ്റമായിരുന്നു. അതൊക്കെ കയറി നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ തന്നെയായിരുന്നു കേട്ടോ. ആ കയറ്റം കയറി നമ്മൾ അവിടുന്ന് കുറേ റീൽസും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എന്നാലേ നമുക്ക് മുതലാവുള്ളൂ, കാരണം അത്രയും കുറച്ച് ഹൈറ്റിലല്ലേ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കയറി കാണുമ്പോൾ നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്താൽ തന്നെ നമുക്ക് മുതലാവുള്ളൂ. അങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്തു. അവിടുന്ന് കുറച്ച് സമയം ചിലവഴിച്ചു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ വേറെ എങ്ങോട്ടായിട്ട് കറങ്ങാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ നാട്ടിലോട്ടാണ് അങ്ങനെ വിട്ടത്. പോകുന്ന വഴിക്ക് നമ്മൾ ക്യാരറ്റ് അങ്ങനെ ഫ്രഷ് ഐറ്റംസൊക്കെ അവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീട്ടിലോട്ട് കുറച്ച് ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അതൊക്കെ കഴിഞ്ഞ് നമ്മളെ നാട്ടിലോട്ട് അങ്ങനെ പോവാണ്. ബൈ ബൈ ഊട്ടി. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു, നേരെ നാട്ടിലോട്ട് വിട്ടു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു ഈ ഒരു ഊട്ടി യാത്ര. ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു യാത്ര തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.